പ്രതിഭ ശാലിനി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വിഴിഞ്ഞത്തേക്ക് കൂടി പോയേണ്ടതുണ്ട്. തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നാണ്. രാവിലെ 10 മണിക്കാണ് ചടങ്ങ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കപ്പലിനെ സ്വീകരിക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറി. ആദ്യം ശാലിനിയിലേക്കാണ് പോകുന്നത്. ടിന്റുവും പ്രജിത്തും ഐസണും എല്ലാവരും വഴിയെ ചേരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് ഉണ്ട്, ശാലിനിയുണ്ട്, ടിന്റുണ്ട്, എല്ലാവരും ഒരിക്കൽ കൂടി അതെ വെൽക്കം ബാക്ക്. അതെ, ശാലിനി അവിടെ ചേരുന്നുണ്ട്. ശാലിനി, ഇപ്പോ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അവിടെ നിന്ന് എന്തൊക്കെയാണ്? കപ്പൽ അല്ലെങ്കിൽ സ്വപ്നം നങ്കൂരം ഇട്ടുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞത്ത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ മണിക്കൂറിലും വിഴിഞ്ഞത്ത് നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇനി നടക്കാൻ മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് ഉള്ളത്. രാവിലെ 10 മണിയോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാൻ ഫെർണാണ്ടോ കപ്പലിനെ സ്വീകരിക്കുന്നത്. കപ്പൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വീണ്ടും ആ ദൃശ്യങ്ങൾ എത്തിക്കുകയാണ്. ക്യാപ്റ്റനും പ്രത്യേകമായിട്ടുള്ള സ്വീകരണം ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടാകും. അതുമാത്രമല്ല, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളാണ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തുകയും ചെയ്യുന്നത്. ഔദ്യോഗിക ചടങ്ങിന് ശേഷമാണ് ബാക്കി കണ്ടെയ്നറുകൾ ഈ ഷിപ്പിൽ ഇപ്പോൾ ഉണ്ട്, അത് പുറത്തേക്ക് ഇറക്കുകയും ചെയ്യും. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് സാൻ ഫെർണാണ്ടോ വൈകിട്ടോടെ വിഴിഞ്ഞം തീരം വിടുകയും ചെയ്യുന്നുണ്ട്. ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണിച്ചിരുന്നു. ആ എതിർപ്പുകൾ പ്രതികരണങ്ങളായി പുറത്തു വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മുൻ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനും ചടങ്ങിലേക്ക് ക്ഷണമില്ല. ഈ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അഹമ്മദ് ദേവർകോവിൽ. ഇതിന്റെ ഒരു പ്രാരംഭ നടപടികളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹമായിരുന്നു അന്ന് തുറമുഖ മന്ത്രി. ആ മന്ത്രിക്ക് പോലും ഈ ക്ഷണമില്ല എന്നുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വാർത്തകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെങ്കിലും UDF ചടങ്ങ് ബഹിഷ്കരിക്കില്ല എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. പദ്ധതി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്താനാണ് UDF ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നടപടികളും പ്രകടനങ്ങളും ഒക്കെ തന്നെ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. പുനരധിവാസ പാക്കേജ് ഇടത് സർക്കാർ നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചുകൊണ്ട് സ്ഥലം MP ശശി തരൂർ പക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക ക്ഷണമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലത്തീൻ അതിരൂപതയും പ്രതിനിധികളും ചടങ്ങിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതിപക്ഷത്തെ അവഗണിച്ചെന്ന ആരോപണം അത് കടുപ്പിച്ച് തന്നെ നിർത്തുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പദ്ധതി UDFന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു വെക്കുകയാണ് UDF നേതാക്കൾ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ നിയമസഭയിലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് പദ്ധതി തീരമണിഞ്ഞതെന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വിമർശനങ്ങൾ, വിവാദങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് അങ്ങനെ സാൻ ഫെർണാണ്ടോ എന്ന ചലിലേക്ക് വരാം. കാര്യം പ്രശാന്തിന് അല്പസമയം മാത്രമേ അവിടെ അനുവാദമുള്ളൂ എന്ന് പറയുന്നു, അല്ലെ? അതെ, ചില നിയന്ത്രണങ്ങൾ ആഴിമലയിൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ ആളുകളുടെ തള്ളിക്കയറ്റമുണ്ടോ അതോ നിയന്ത്രണങ്ങൾ തുടരുകയാണോ? പ്രശാന്ത് ചെങ്കരമംഗലത്ത് ആഴിമലയിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടെ നിയന്ത്രണമുണ്ട്. നമ്മൾ സ്പെഷ്യലായിട്ടൊരു പെർമിഷൻ എടുത്തിട്ടുണ്ട് ഈ കപ്പലിന്റെ വിഷ്വലൊക്കെ, സാൻ ഫെർണാണ്ടോയുടെ വിഷ്വൽ എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ലൈവിനുമായി ബന്ധപ്പെട്ട് ഒരു 15 നിമിഷത്തേക്ക് ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ട്. ആ പെർമിഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തേക്ക് വന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ കപ്പലിനെ വളരെ മനോഹരമായിട്ട് ആ ഡെക്കിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ആ വിഷ്വലിൽ പ്രേക്ഷകർക്കും കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൽ വ്യക്തമായിട്ട് അത് കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വളരെ ഒരു വലിയ വരവേൽപ്പും ഒക്കെ സ്വീകരണമെല്ലാം ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. ആളുകളും ജനങ്ങളും എല്ലാം സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ സ്വീകരണങ്ങൾ നൽകിയിരുന്നെങ്കിൽ പോലും അതിൽ കൂടുതൽ ഒരു ആഹ്ലാദം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഈ പ്രദേശവാസികളോടെല്ലാം അഭിപ്രായം ആരായുമ്പോഴും ഈ കപ്പൽ തുറമുഖത്തേക്ക് എത്തിയതോടുകൂടി വളരെ ആവേശമാണ്. വികസനത്തിന്റെ ഒരു മാറ്റം കൂടി അവർ കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടത് ഈ നരേന്ദ്രമോദി സർക്കാരിന് ഒരു നിശ്ചയദാർഢ്യം കൂടി ഉണ്ട് എന്നതും ജനങ്ങൾ നമ്മൾ
നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ കപ്പൽ പാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിദൂരതയിൽ നിന്ന് ആദ്യം നമ്മൾ ഒരു വിദൂരതയിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ് പങ്കുവച്ചതെങ്കിൽ പോലും ഇപ്പോൾ ആ സമീപ പ്രദേശത്തിനടുത്ത് തന്നെ അതൊരു കിലോമീറ്റർ മാറി സമീപ പ്രദേശത്തോട് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപ പ്രദേശത്തോട് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സാൻ ഫെർണാണ്ടോയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നത്. കുറച്ചുകൂടി അടുത്തേക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്കത് കാണാൻ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും കരുതുന്നത് പ്രേക്ഷകർക്ക് എത്രത്തോളം അത് വിസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം പൂർണ്ണമായി ഇതുവഴി ഈ ഒരു കപ്പൽ മാർഗത്തിലൂടെ ഈ ബ്രേക്ക് വാട്ടറിനെ ഭേദിച്ചുകൊണ്ടാണ് ഡെക്കിലേക്ക് എത്തിയത്. അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ മനോഹരമായ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വളരെ മനോഹരമായ ദൃശ്യമാണ്. ആ കണ്ടെയ്നറുകളെല്ലാം അടുക്കി വെച്ചുകൊണ്ട് ആ ഡെക്കിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. സാൻ ഫെർണാണ്ടോയുടെ പ്രദേശവാസികളടക്കം വളരെയേറെ കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ ഉദ്ഘാടന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഫെർണാണ്ടോ തിരിച്ചു പോകുന്നത് കാണുവാൻ, ഈ അറബിക്കടലിനെ ഭേദിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നതെല്ലാം കാണുവാനായി നിരവധി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുമുണ്ട്. ഈ ഭാഗത്തേക്ക് ജനങ്ങൾക്ക് പ്രവേശനമില്ല, ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹൈ സെക്യൂരിറ്റി ഏരിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പെർമിഷൻ നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു പെർമിഷൻ കൂടി എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടേക്ക് വരികയും ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആളുകളെല്ലാം നിൽക്കുന്നത് മറ്റൊരു ഭാഗത്തേക്ക് മാറിയാണ്. ആഴിമല ഭാഗം കേന്ദ്രീകരിച്ചും ഒക്കെ നിരവധി പേർ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. പരിപാടികളെല്ലാം വീക്ഷിക്കാനായിട്ട് മൊബൈൽ ഫോണിലടക്കം ആളുകൾ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രദേശത്തെല്ലാം വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങളെല്ലാം ആ വികസനത്തിന്റെ ഒരു വികസനം അടുത്തറിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പല കാലങ്ങളാൽ നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സ്വപ്നമാണെങ്കിൽ പോലും അത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആ ഒരു നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് ഏറ്റവും വലിയ മദർഷിപ്പുകളിൽ ഒന്ന് എത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു മനോഹര ദൃശ്യങ്ങൾ കൂടിയാണ് എന്തായാലും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. കേരളത്തിന്റെ മുഖച്ഛായ മാറാൻ പോകുന്നു. അതുപോലെ തന്നെ രാജ്യവും മാറുമ്പോൾ അതോടൊപ്പം കേരളവും മാറും എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വിഴിഞ്ഞത്ത് ഈ മദർഷിപ്പ് എത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഒരു നിശ്ചയദാർഢ്യവും ഇതിനകത്ത് ഉണ്ട്, എടുത്തു പറയേണ്ടതാണ്. അതുകൂടിയാണ് ഇതിനെ അസാധ്യമായിരുന്ന ഒരു കാര്യത്തെ സാധ്യമാക്കിയെടുത്തത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ ഉദ്ഘാടന പരിപാടികളെല്ലാം കഴിയും. ഏകദേശം 12 മണിയോടുകൂടി ഈ മറ്റ് ഉദ്ഘാടന പരിപാടികളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഈ സാൻ ഫെർണാണ്ടോ കേരളത്തിന്റെ തീരത്ത് നിന്നും നീങ്ങും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്ഘാടന സ്ഥലത്ത് തന്നെ ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന സ്ഥലത്ത് തുടരുകയാണ്. അതുപോലെ പ്രശാന്തിനൊപ്പമുള്ള വീഡിയോ ജേർണലിസ്റ്റും പരമാവധി ദൃശ്യങ്ങൾ പകർത്തുക. കാര്യം ഇതിന്റെ വിവിധ തലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ടിൻഡുവും പ്രജിത്തും ഉണ്ടല്ലേ? ഉദ്ഘാടന പന്തലിലാണോ? എവിടെയാ കാണട്ടെ? പ്രതിഭ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ ഉദ്ഘാടന പന്തലിലാണ്. ഉദ്ഘാടന പന്തലിൽ എനിക്കൊപ്പം ടിൻഡു ഉണ്ട്, അപ്പുറത്തുമാറി ഐസണും ഉണ്ട്. എല്ലാവരെയും നമുക്ക് ഈ ലൈവിൽ ചേർക്കാൻ കഴിയും. എന്തായാലും മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഒരു വശത്ത് നമ്മുടെ മദർഷിപ്പ് ഉണ്ട്. ഇന്ത്യയിലെ ഒരു തുറമുഖത്തിൽ ആദ്യമായി നങ്കൂരമിടുന്ന ഒരു മദർഷിപ്പ് എന്ന ഖ്യാതി നേടിയ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പും അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ടിൻഡുവിലേക്ക് നമുക്കൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ വാർത്തയുടെ അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആദ്യാവസാനം ജനൻ ടിവിയിൽ ഏറ്റവും കൂടുതൽ ആ വാർത്ത ഫോളോ ചെയ്തിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് ടിൻഡു. ഈ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞം ഇപ്പോൾ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ഇവിടുത്തുകാരുടെയൊക്കെ ഒരു സ്വീകരണം, അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ്. ഈ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിഴിഞ്ഞം പ്രദേശവാസികളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കേരളമാണെങ്കിലും ഉറ്റുനോക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വികസന പ്രതീക്ഷകളാണ് നൽകുന്നത്. അതായത് ഇനി സാമ്പത്തികമായിട്ടാണെങ്കിലും ജീവിതചര്യയൊക്കെ മാറുന്നത് ഒരുപക്ഷെ വിഴിഞ്ഞത്തെ ആശ്രയിച്ചു കൊണ്ടായിരിക്കാം. നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞത്തേക്ക് ഒരു കപ്പൽ അനായാസം കടന്നു വരിക എന്നതാണ്. ഒരു മദർഷിപ്പ് ഒരു തുറമുഖത്തേക്ക് അനായാസം കടന്നു വരിക, അവിടെ ചരക്കുകൾ വളരെ അനായാസം കുറഞ്ഞ സമയം കൊണ്ട് ഇറക്കുക, അതിനുശേഷം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തുറമുഖം വിടുക. ഇതൊക്കെയാണ് ഒരു മദർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ഇന്നലെ നമ്മൾ പറയാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ പറയുന്ന കാര്യം ബെർത്തിന്റെ നീളമാണ്. 400 മീറ്റർ സ്വാഭാവികമായിട്ടും ബെർത്തിന് നീളമുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന കപ്പൽ എന്ന് പറയുന്നത് 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുള്ള ഒരു മദർഷിപ്പ് അല്ലെങ്കിൽ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ ആണ് ഇന്നലെ വന്നത്. ഇന്നലെ വന്നതിൽ ഏറ്റവും കപ്പലിനെ സംബന്ധിച്ചിടത്തോളം പോർട്ടിനായാലും അതുപോലെ അധികാരികൾക്കായാലും ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്
കപ്പൽ ഈ മദർഷിപ്പ് പോർട്ടിലേക്ക് വന്ന് കയറിയതിനു ശേഷം പോർട്ട് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യണം. അവിടെ നിന്ന് ചരിഞ്ഞ് വേണം നങ്കൂരമിടേണ്ടത്. അപ്പോൾ ആ ചരിവ്, അതായത് അവിടെ നിൽക്കുന്നിടത്തു നിന്നും പിറകിലേക്ക് 360 തന്നെ ചരിഞ്ഞ് നങ്കൂരമിടുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ ഒരു പോർട്ടിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ വിഴിഞ്ഞം പോർട്ടിൽ ഇന്നലെ അത് അനായാസം സംഭവിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400 മീറ്ററാണ് പോർട്ടിന്റെ നീളം, 300 മീറ്ററാണ് കപ്പൽ. അപ്പോൾ ഇനി ഒരു 400 മീറ്ററുള്ള മദർഷിപ്പ് വരികയാണെങ്കിൽ പോലും സമാനമായ രീതിയിൽ തന്നെ ഈ കപ്പൽ ഇത്തരത്തിൽ പോർട്ടിനകത്ത് നിർത്തി തന്നെ ഡീവിയേറ്റ് ചെയ്ത് നങ്കൂരം ഇടാൻ പറ്റുമോ എന്നായിരുന്നു നമ്മൾ ഇന്നലെ ഇവിടെയുള്ള അധികൃതരോട് ചോദിച്ച ചോദ്യം. അപ്പോൾ അത് അനായാസകരമായിട്ട് തന്നെ സംഭവിക്കും. അപ്പോൾ നമുക്ക് അതിലൊരു പ്രതീക്ഷ നൽകുന്നത് ഇനി MSC പോലുള്ള കൂറ്റൻ മദർ കപ്പൽ അല്ലെങ്കിൽ മദർഷിപ്പിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇന്നലെ ഉണ്ടായൊരു അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ആശങ്ക ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി സംഭവിക്കില്ല. അപ്പോൾ അതായത് ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നീട് പ്രതീക്ഷയാണ്, ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണുള്ളത്. തൊഴിൽ സാധ്യതകളാണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ അവരുടെ ജീവിത രീതിയാണെങ്കിൽ പോലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തുറമുഖത്തെ സംബന്ധിച്ച് നമുക്ക് നൽകാൻ സാധിക്കും. ടിൻഡു പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് ഇനി തുടങ്ങേണ്ടത്. കാരണം ഇതിന്റെ ഒരു വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സാമ്പത്തിക പ്രതീക്ഷകൾ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഷിപ്പിംഗ് വ്യവസായത്തെ തന്നെ ഏത് രീതിയിൽ ബാധിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെസ്കിലെ ഔദ്യോഗിക സയന്റിസ്റ്റ് ഇവിടെ ഉണ്ട്. സാമ്പത്തിക ശാസ്ത്ര ഐസനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി ചോദിക്കാം. എങ്ങനെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ഭാവി പ്രതീക്ഷകളും അതിന്റെ ഒരു ഇന്ത്യൻ സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? ഇത് ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാവുന്നതാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ചരക്കിറക്കി വെക്കാൻ സാധ്യത, അതിന് സാധ്യമാകുന്ന ഷോർ ക്രെയിനുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുന്ന ആ ഒരു പ്രിവിലേജ് ഉണ്ട്, അത് ട്രാൻസ്ഷിപ്മെന്റ് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സാധ്യത ഇപ്പോൾ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഈ ഓയിൽ ടാങ്കറുകൾക്കൊക്കെ സഞ്ചരിക്കുന്നതിന് വേണ്ടി തുരങ്കപാത, റെയിൽപാത, കൊങ്കൺ റെയിൽവേയുടെ ഒരു പ്രൊജക്ട് നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഈ ഓയിൽ ടാങ്കറുകൾ ഏറ്റവും കൂടുതൽ ബങ്കർ ടെർമിനൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, ബങ്കർ ടെർമിനൽ എന്ന് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല. കാരണം ബങ്കർ ടെർമിനൽ എന്ന് പറയുന്നത് ഓയിൽ വന്ന ഷിപ്പിൽ നിന്ന് മറ്റൊരു ഷിപ്പിലേക്ക് ഈ ഓയിൽ മാറ്റുന്ന പരിപാടിയാണ്. അത് ബങ്കർ ടെർമിനൽ എന്ന് സാങ്കേതികമായി പറയുന്നതാണ്. പക്ഷേ നിലവിൽ ബങ്കർ എന്ന് പറയുന്ന അത്രയും വലിയ കപ്പലുകൾ, അതായത് നമുക്കറിയാം 24 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഈ ഷിപ്പ് നാവിഗേഷൻ ചാനൽ അല്ലെങ്കിൽ ഈ പോർട്ടായതുകൊണ്ട് തന്നെ ഇത് 18 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബങ്കറുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അത്തരത്തിലുള്ള ബങ്കറുകളൊക്കെ ഇവിടെ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. മറ്റൊരു പ്രധാന വിഷയം, നമുക്കിപ്പോൾ ഒരു അതിഥി കൂടിയുണ്ട്, രാധാകൃഷ്ണൻ നായർ. അദ്ദേഹം കസ്റ്റംസ് ഹൗസ് ക്ലിയറിംഗ് ഏജന്റാണ്. ഈ കപ്പലിൻ്റെ, അതായത് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന കപ്പലിൻ്റെയും അതുപോലെ തന്നെ നേരത്തെ വന്ന ഷാൻഹോയുടെയും എല്ലാം തന്നെ ഈ കസ്റ്റംസ് ക്ലിയറൻസ് എടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ആ കസ്റ്റംസ് ക്ലിയറൻസ് ഇൻചാർജ് കൂടിയാണ്. നമസ്കാരം സാർ. താങ്കളെ പോലുള്ള ഒരു ഇൻഫർമേഷൻ, താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഉടനെ തന്നെ ലൈവിൽ വിളിച്ചത്. ഇപ്പോൾ താങ്കൾ ചെയ്തത് ഈ കപ്പലിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സാൻഹുവ എന്ന് പറയുന്ന ക്രെയിൻ ഗേറ്റ് വന്ന കപ്പലിൻ്റെ കാര്യത്തിലും എന്ത് ഡ്യൂട്ടിയാണ് സാർ ഡിസ്ചാർജ് ചെയ്തത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ IGST എന്ന് പറയുന്ന ഡ്യൂട്ടി സംവിധാനമാണ് ഈ 7 ഷൺഗുവ കപ്പലിൽ നിന്ന് ക്ലിയറൻസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ 18% IGST ഡ്യൂട്ടിയിൽ ഏകദേശം പകുതി സംസ്ഥാന സർക്കാരിനും പകുതി കേന്ദ്ര ഗവൺമെൻറ്റുമാണ്. അപ്പോൾ 8 ഷൺഗുവ കപ്പലിൽ വന്ന ക്രെയിൻ ക്ലിയറൻസ് മുഖാന്തരം ഹ്യൂജ് എമൗണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും വരുമാനം നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ 7 കപ്പൽ വന്നതിൽ നിന്ന് ഇത്രയും GST കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ വന്ന അമ്മക്കപ്പൽ എന്ന് പറയുന്ന ഈ മേസ്കിൻ്റെ കപ്പലിൽ നിന്നും ഇതുപോലത്തെ അമ്മക്കപ്പലുകൾ നിരവധി എല്ലാ മാസവും ചരക്കുകളുമായിട്ട് തിരുവനന്തപുരത്ത് വരും. ഇനി എത്ര കപ്പലുകളാണ് ഇത് ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടി, അതായത് ഇവിടെ നിന്ന് ഈ ചരക്ക് മറ്റു പോർട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന്, ഇതേ കപ്പലിൻ്റെ ചരക്ക് കൊണ്ടുപോകുന്നതിന് എത്ര കപ്പലുകളാണ് ഇനി വരാനിരിക്കുന്നത്? അടുത്ത മാസം തന്നെ 2 കപ്പൽ, നിരവധി വൻപൻ കപ്പൽ മുതലാളിമാർ തിരുവനന്തപുരം അനുവാദം ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്യുന്നതും കൊളംബോയിൽ നിന്ന് ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്യുന്നതും ദുബായ് പോർട്ടിയുടെ ജബിലാലിയിൽ നിന്ന് ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്യുന്നതെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങണം, വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.